ആകർഷണ തത്വത്തിൻ്റെ ബോധപൂർവമായ പ്രയോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിനെ പറ്റി ചിന്തിച്ച് അതിൻ്റെ ആ ഒരു സന്തോഷം ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഒരു 50% എത്തി എന്ന് തന്നെയാണ്. പണത്തിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു കാര്യത്തിന് വ്യത്യാസമില്ല. പണത്തെ ആകർഷിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സമ്പത്തിൽ കേന്ദ്രീകരിക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിന്ത എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ധനം വന്നു ചേരുക അസാധ്യമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് ഇല്ലായ്മയുടെ ചിന്തകളാണ്. ആവശ്യത്തിന് പണമില്ല എന്നതിൽ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ആവശ്യത്തിന് പണം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഇനിയും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് അത് സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എങ്ങനെ സൃഷ്ടിച്ചു? നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ തന്നെ അത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. പണത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് വരും. എനിക്ക് ഇപ്പോൾ ഉള്ളത് ആവശ്യത്തിന് പണമുണ്ട്, ഞാൻ അതിന് നന്ദി പറയുന്നു, എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത് എന്നതിനെപ്പറ്റി ചിന്തിക്കുക. എനിക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് വേണം, എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങണം, എനിക്ക് നല്ലൊരു ജോലി വേണം, അതിന് ഇത്ര ശമ്പളം എനിക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ എനിക്ക് നേടുന്ന അല്ലെങ്കിൽ അത്ര ലഭിക്കുന്ന ഒരു ജോലി എനിക്കുണ്ട് എന്നുള്ള തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ ചിന്തകളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തകളിലൂടെ ഒരു പുതിയ സിഗ്നൽ നമ്മൾക്ക് ഓരോ റേഡിയോ സ്റ്റേഷനും അല്ലെങ്കിൽ TV ചാനലുകളും നമ്മൾ ഓരോ ചാനലിൻ്റെ സിഗ്നൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷേ ഈ പറയുന്ന സിഗ്നലുകളെല്ലാം പ്രപഞ്ചത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ വായുവിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ ആ നമ്പർ അനുസരിച്ചോ അല്ലെങ്കിൽ അതനുസരിച്ച് ട്യൂൺ ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മൾക്ക് കേൾക്കാനോ അല്ലെങ്കിൽ കാണാനോ പറ്റുന്നത്. ഈ കാര്യം നമ്മുടെ ചിന്തകളിലും ആപ്ലിക്കബിളാണ്. നമ്മൾക്കിപ്പോൾ ഇല്ലായ്മയെക്കുറിച്ചാണ് ചിന്ത. എനിക്ക് നല്ല വീടില്ല, എനിക്ക് നല്ല ജോലിയില്ല, എനിക്ക് കുട്ടികളില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാര്യയില്ല, ഭർത്താവില്ല എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ട് എപ്പോഴും നമ്മുടെ ചിന്തകൾ നമ്മുടെ സങ്കടങ്ങളെപ്പറ്റിയും കുറവുകളെപ്പറ്റിയും ഇല്ലാത്തതിനെക്കുറിച്ച് ഇല്ല എന്ന് നമ്മൾ പറയുകയാണ് മനസ്സിൽ. അപ്പോൾ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്ന സന്ദേശം നമുക്ക് ഇനിയും ഇല്ലായ്മയാണ് വേണ്ടത്. ആ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആകർഷണ നിയമത്തിൽ പറയുന്നതെല്ലാം നമ്മുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ചിന്തകളിലൂടെയാണ് ഈ മനുഷ്യനെല്ലാം നേടിയിട്ടുള്ളത്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നേടിയിട്ടുള്ളതെല്ലാം അവർ തന്നെ ചിന്തിച്ചു നേടിയെടുത്തതാണ്. അത് നമുക്കും ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ആ കഴിവുണ്ട്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമുക്ക് എന്തു വേണം എന്നതിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ രൂപീകരിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളം പണമുണ്ട് എന്നായിരിക്കണം ആ ചിന്തയുടെ അടിസ്ഥാനം. ഇവിടെ നിങ്ങളുടെ ഭാവന പ്രവർത്തിക്കണം. എനിക്ക് ധാരാളം പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ചിന്തകൾ എങ്ങനെയായിരിക്കും, ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും സന്തോഷിക്കുന്നത്, എൻ്റെ വീട്ടുകാരെങ്ങനെയായിരിക്കും സന്തോഷിക്കുക എന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ആ ചിന്തകൾ നമ്മളെ സന്തോഷം ഉള്ള ഒരു വ്യക്തിയാക്കും. ചിന്തകൾ മാത്രം. നമ്മൾക്ക് ദിവാസ്വപ്നം കണ്ട് നമുക്ക് സന്തോഷം വരാറില്ലേ? ഈവൻ നമ്മൾ നല്ല ഒരു പ്രണയത്തിലാണെങ്കിൽ നമ്മൾ പ്രണയത്തിലുള്ള ആളെ പറ്റി ചിന്തിച്ച് നമുക്കെപ്പോഴും ഒരു സന്തോഷം തോന്നുക. അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് വേണം, അടുത്ത മാസം എന്ത് വേണം, അല്ല അടുത്ത ദിവസം ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെ പറ്റിയുള്ള നല്ല ചിന്തകൾ കൊണ്ട് നമ്മളെപ്പോഴും മനസ്സിൽ ചിന്തകളെ ശ്രദ്ധിക്കണം. നമ്മുടെ ചിന്തകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് വിടാതെ നമുക്കെന്താണ് വേണ്ടത് അതിനെപ്പറ്റി ആ ചിന്തകളിൽ നമുക്കതിനെ പിടിച്ചു നിർത്താൻ ഒരു കൺട്രോളിൽ വരുത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ നല്ല ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ നമുക്ക് തന്നെ പറ്റും. ഇപ്പം എനിക്ക് നല്ലൊരു വീട് വേണം, ഇപ്പം പ്രസൻ്റിൽ എനിക്ക് നല്ലൊരു ജോലിയില്ല, പക്ഷേ എനിക്ക് ജോലി കിട്ടും, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സമയത്തുള്ള ജോലി കിട്ടും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ പ്രകൃതിയിലേക്ക് ഒരു സന്ദേശം കൊടുക്കുകയാണ്. എനിക്കിതാണ് വേണ്ടത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആ സന്ദേശം കൊടുക്കുമ്പോൾ അതെങ്ങനെ സംഭവിക്കും, ഇത് സംഭവിക്കുമോ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും, ഇതിനെന്താണ് വഴി, അങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ, അതായത് ഇതിനെക്കുറിച്ച് സംശയം നമുക്ക് ഒരിക്കലും പാടില്ല. ചെറിയ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് നമുക്കെടുക്കാം. ഇപ്പം ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂ കോൾ വരുമോ, എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെല്ലാം ജോലി കിട്ടത്തില്ലേ, അങ്ങനെയുള്ള ചിന്തകളില്ലാതെ അതെനിക്ക് വേണ്ടിയുള്ള ജോലിയാണ്, എനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ടെങ്കിൽ
ഞാനത് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടും ആ ജോലി എന്നുള്ള പോസിറ്റീവ് ചിന്തകളും ആ ഒരു സന്തോഷവും നമ്മൾ മനസ്സിൽ വെക്കണം. എല്ലാ കാര്യത്തിലും ഇപ്പം നമുക്ക് നല്ലൊരു വീട് വേണം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ഫോണിലാണെങ്കിലും എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുക അത് എൻ്റെ വീടാണ്, ഞാനതിൽ താമസിക്കുന്നു, എൻ്റെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അതെങ്ങനെ വരുന്നു എന്നതിനെപ്പറ്റി ചിന്തിച്ച് നമ്മൾ സംശയത്തിനിട കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ഭാവനയിൽ നിങ്ങളിതിനെ കാണാൻ പറ്റണം. നിങ്ങൾക്ക് ആവശ്യത്തിലധികം പണമുള്ളതായി നടിക്കാൻ കഴിയണം. ഇത് വളരെ രസകരമായിരിക്കും. ഇങ്ങനെ ധാരാളം പണം ഉള്ള ആളായിട്ട് സങ്കല്പിച്ച് നടിക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ തുടങ്ങിയാൽ ക്രമേണ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നല്ല സുഖകരമായ ഒരു ഫീലിങ്സ് അനുഭവപ്പെടാൻ തുടങ്ങും. ആ വികാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നതോടെ പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും. അത് എവിടെ നിന്ന് വരും, അത് വരുമോ, എനിക്ക് ഇത്രയും പൈസ കിട്ടുമോ എന്നുള്ള സംശയങ്ങളില്ലാതെ എനിക്ക് ഒത്തിരി പൈസയുണ്ട്, അതിങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും അല്ലെങ്കിൽ മന്ത്ലി എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നു എന്നിങ്ങനെയുള്ള ചിന്തകളിൽ നമ്മളൊരു ദൃശ്യവൽക്കരണത്തിൽ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സംശയത്തിനിട കൊടുക്കാതെ നമുക്കത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നമുക്ക് വേണ്ടതിനെ പറ്റി മാത്രം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് എന്താണ് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ചിന്തകളെ മനസ്സിലാക്കുക. ജീവിതം രക്ഷപ്പെടും.